കേരളത്തിൽ വലിയ വിവാദമായ PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. അത് ചോദിച്ചത് കോഴിക്കോട് MP ആയ MK രാഘവനാണ്. പക്ഷേ കേന്ദ്രം കൃത്യമായ മറുപടി നൽകിയില്ല. ആ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായ മറുപടി നൽകിയില്ല. 2025 ഒക്ടോബർ 23 കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുവെന്ന് മാത്രമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. ഡൽഹിയിൽ നിന്ന് B ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, ഇവിടെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമാണ് ഈ PM ശ്രീ. അതിൽ ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയുമോ കേരളത്തിനെന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇന്ന് പാർലമെന്റിൽ ആ വിഷയം ഉന്നയിച്ചപ്പോൾ എന്താണ് കേന്ദ്രം നൽകുന്ന മറുപടി? ആര്യ, ഇന്ന് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ആദ്യ ദിവസം തന്നെ കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും വലിയ വിവാദമായിരുന്ന PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ടായിരുന്നു. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യം, 14ാമത്തെ ചോദ്യമായിട്ടായിരുന്നു ഈ ചോദ്യം ഉണ്ടായിരുന്നത്. കോഴിക്കോട് MP MK രാഘവനായിരുന്നു ഈ ചോദ്യം ചോദിച്ചിരുന്നത്. പക്ഷേ ഈ പാർലമെന്റിന്റെ സഭാ നടപടികളൊക്കെ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ അതിൽ ഒരു സപ്ലിമെന്ററി ചോദ്യമൊന്നും ചോദിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. മറിച്ച് മന്ത്രി എഴുതി നൽകിയ ഉത്തരം മാത്രമാണ് ഉള്ളത്. ഈ ചോദ്യത്തിൽ പ്രധാനമായും ചോദിച്ചിരുന്നത് ഈ കേരളത്തിന് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട കേരളത്തിന് എത്ര തുക അനുവദിച്ചു, ആ തുകയിൽ എത്ര റിലീസ് ചെയ്തു, അതുപോലെ തന്നെ ഇതിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ വേണ്ടി കഴിയുമോ എന്ന ചോദ്യങ്ങളായിരുന്നു MK രാഘവൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനോട് ചോദിച്ചത്. പക്ഷേ ഇതിൽ മറുപടി നൽകിയ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 2025 ഒക്ടോബർ 23 കേരളം ഈ ധാരണാപത്രത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിട്ട് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് സുതാര്യമായ രീതിയിൽ ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കാൻ വേണ്ടി സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു, അതായത് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം പറയുന്നത് അങ്ങനെയുള്ള സ്കൂളുകൾ, അതായത് സംസ്ഥാന സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആ സ്കൂളുകളുടെ പട്ടിക ഇതുമായി ബന്ധപ്പെട്ട PM ശ്രീ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഈ ഉത്തരത്തിൽ, അതായത് ഇന്ന് ഡിസംബർ 1-ാം തീയതി പാർലമെന്റിൽ വച്ചിരിക്കുന്ന ഈ ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് കേരളത്തിൽ ഇതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ വേണ്ടി കഴിയുമോ, അങ്ങനെ കേരളം പിന്മാറിയതിനെ സംബന്ധിച്ചുള്ള കത്ത് നൽകിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ മന്ത്രി ഉത്തരം പറയുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിന് എത്ര തുക അനുവദിച്ചിട്ടുണ്ട്, അതിൽ എത്ര നൽകി എന്നതിനെ സംബന്ധിച്ച് മന്ത്രി ഈ ഉത്തരത്തിൽ കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് B ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.